ഹലോ ഗൈസ്, നമസ്കാരം. ബ്ലാക്ക് അടുത്തൊരു കിടലമ്പാറി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി, പുതിയൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വരുന്നത്. കാരണം നമ്മളിപ്പോൾ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ തുടർച്ചയായിട്ട് തന്നെയാണ് പൊടിക്കുണ്ട് ട്രൂ വാലിയിലാണുള്ളത്. അവിടെ നമുക്ക് കൂടുതലൊന്നും ഞാൻ കാണിക്കുന്നത് വെച്ചാൽ സ്വിഫ്റ്റിൻ്റെ കുറച്ച് കളക്ഷൻസാണ്. സെക്കൻഡ് പാർട്ടായിട്ട് വാഗണർ ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ സപ്പോർട്ട് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടെ നല്ല ക്വാളിറ്റിയിലെ സ്വിഫ്റ്റാണുള്ളത്, നല്ല ക്വാളിറ്റിയിലെ വണ്ടികളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, ട്രൂ വാല്യൂവിൻ്റെ വീഡിയോ ചെയ്യുന്നത് തന്നെ കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വണ്ടി എടുക്കുന്ന ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു തന്നെ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമായിട്ട് വരില്ല. നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികൾ തന്നെയുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എന്താ പറയുക, നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും എന്താണ് മാർക്കറ്റിൽ എങ്ങനെയുള്ള ക്വാളിറ്റിക്ക് നമ്മൾ വണ്ടി കൊടുക്കേണ്ടതെന്നില്ലേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രസ്സിൻ്റെ ഷോപ്പെല്ലാം പറയുന്ന പോലെ എന്താ പറയുക, കമനീയമായ കളക്ഷൻ ഉണ്ട്. സ്വിഫ്റ്റ് വേണമെങ്കിൽ സ്വിഫ്റ്റ് ഉണ്ട്, മറ്റേ ഇത് വേണമെങ്കിൽ ഇതുണ്ട്, നമ്മളെ വാഗനർ വേണമെങ്കിൽ വാഗനർ ഉണ്ട്, ആൾട്ടോ വേണമെങ്കിൽ ആൾട്ടോ ഉണ്ട്. ഏതൊരു സാധാരണക്കാരനും വേണ്ടത് ഓഫറാണ്. ആ ഓഫർ ഇപ്പം ഇവർ കൊടുക്കുന്നുണ്ട്. ഓഫർ വേറൊന്നുമല്ല, നമുക്ക് എന്താ പറയുക, ചെറിയ എന്താ പറയുക, നല്ല രീതിയിലൊരു വിലക്കുറവ്. അതായത് എന്താ പറയുക, 10,000 രൂപയ്ക്ക് ആൾട്ടോ ഒന്നും കിട്ടുകയും ചെയ്യില്ല, എന്നാലും നല്ല രീതിയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വർഷത്തിന് കുറവില്ല വണ്ടികൾക്ക്, 9 വർഷത്തിന് താഴെയുള്ള വണ്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു വാറണ്ടി ഉണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ 200 മേലെ വണ്ടികളുടെ കളക്ഷൻ ഉണ്ട്. അതുതന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ല കളക്ഷൻ ഉണ്ട്, നമുക്ക് നല്ല വണ്ടി തിരഞ്ഞെടുക്കാൻ പറ്റും. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി നോക്കിയിട്ട് പോയാൽ ഏതെല്ലാം നമ്മളെ വണ്ടിയിൽ നിൽക്കുന്നു. പിന്നെ നമുക്ക് വണ്ടികളിലേക്ക് പോവാം. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വിഫ്റ്റിനെ കൊണ്ടാണ്. അപ്പോൾ നമ്മിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റെഡ് സ്വിഫ്റ്റിനെ കൊണ്ടാണ്. നല്ല ക്വാളിറ്റിയിൽ അടിപൊളി വണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിൽ നല്ല ബ്ലാക്ക് ഇൻറ്റീരിയറാണ് വണ്ടി വരുന്നത്. പിന്നെ ഈ വണ്ടി വരുന്നതെന്ന് വെച്ചാൽ 2021 മോഡലാണ്. ഇത് നോക്കറ, ഇൻറ്റീരിയർ നോക്കറ, എന്താ രസം വണ്ടി കാണാൻ വേണ്ടിയിട്ട്. വാവ്. ഇതിനുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അതും അടിപൊളി കാണാൻ. സീറ്റും കാര്യമെല്ലാം നല്ല റെഡും ബ്ലാക്കും ഫിനിഷിൽ നല്ല എന്താ പറയുക, ബോഡി കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിലൊരു ഇൻറ്റീരിയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഫുൾ ഓപ്ഷനാണ്, ZXi ആണ്, പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതിലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം കമ്പനി ബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ, ഇവിടുത്തെ വണ്ടിക്ക് ഞാൻ ഒരു പ്രത്യേകത കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ നല്ല നീറ്റായിരിക്കും. ഇവർ നീറ്റാക്കുന്നതല്ല, ഇത് എന്താ പറയുക, നീറ്റ് വണ്ടി മാത്രമേ ഇവർ എടുക്കില്ലെന്ന് തോന്നും. അതോ ഞാൻ എടുക്കുന്ന വീഡിയോ ഇല്ലല്ലോ നല്ല നീറ്റ് വണ്ടി ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ പുറം ലോകം നോക്കറ, ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നും കാണാനില്ല വണ്ടിമേൽ. പിന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വണ്ടി നോക്കണം. ഞാൻ നേരത്തെ പറയുന്നുണ്ടല്ലോ, നല്ല ക്വാളിറ്റിയില്ല വണ്ടി, 1 ഇയർ വാറൻറ്റിയോട് കൂടി നമുക്ക് കിട്ടുന്ന നല്ല റേറ്റിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ എടുക്കുന്ന നമുക്ക് കിട്ടുന്നത്. അതായത് മാരുതി ഡയറക്റ്റ് മാനേജ് ചെയ്യുന്നതാണ് ഈ ട്രൂ വാല്യൂ എല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കാം. വേറെ വിശ്വാസമില്ല, വേറെയും സെയിൽ ചെയ്യുന്ന ടീമുകളുണ്ട്, ഇല്ലയെന്നല്ല. അപ്പോൾ അതാണ് ഈ സ്വിഫ്റ്റിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ സ്വിഫ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത സ്വിഫ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ KL14 രജിസ്ട്രേഷനിലാണ് വരുന്നത്. 2021 മോഡലാണ് വണ്ടി വരുന്നത്. 65,000 കിലോമീറ്റർ ഓടിയ ഒരു അടിപൊളി സ്വിഫ്റ്റ്. അതായത് ഫുൾ ഓപ്ഷൻ്റെ നേരെ താഴെയുള്ള VXi എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഉള്ളത് വണ്ടി. പെട്രോൾ വണ്ടിയാണ്, കാണാൻ നല്ല ഷേപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോഡി ക്വാളിറ്റി, നല്ല രീതിയിലുള്ള ബോഡി ക്വാളിറ്റി ഉണ്ട്. വണ്ടി സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അലോയ് വീൽസ് ഉണ്ടാവില്ല, നോർമൽ വീൽസാണ് മാത്രമാണ് ഉള്ളത്. പിന്നെ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. വണ്ടി കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കാണാനും നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. പിന്നെ 80% ടയറുള്ളൂ. ടയർ 80% നമുക്ക് കുഴപ്പമില്ല, ഒരു 10-20,000 കിലോമീറ്റർ ഓടാൻ പറ്റിയ ടയറുണ്ട്. പിന്നെ ഫ്രണ്ട് ബാക്കത്തെ ടയർ കുറച്ച് പ്രശ്നമുണ്ട്, ഫ്രണ്ട് ടയർ ഓക്കെയാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരുന്നതാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ഇൻറ്റീരിയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്, ഇൻറ്റീരിയർ ആയാലും എന്ത് തന്നെ ആയാലും നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാനും.
ഉള്ളിൽ നല്ല നീറ്റാക്കി വെക്കുന്നതല്ല, ഓൾറെഡി നീറ്റ് ഉള്ളതാണ്. നീറ്റാക്കി വെക്കുന്നത് എന്തായാലും നമുക്ക് മനസ്സിലാവും. പിന്നെ നല്ലൊരു സ്റ്റീരിയോ ഉണ്ട്. പിന്നെ 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ആ 65,000 പഴക്കമൊന്നും വണ്ടിയിൽ കാണുന്നില്ല. എന്തായാലും ഒന്ന് വന്ന് നോക്കുക വണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം പറയുന്ന പോലെ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാവും. അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഇനിയിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ 3 ദിവസം അല്ലെങ്കിൽ 250 കിലോമീറ്റർ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇത് തിരിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നതിനാൽ കമ്പനി അത് തിരിച്ചെടുത്ത് ഫണ്ട് റീഫണ്ട് ചെയ്യും. ഈ ഒരു വണ്ടിക്ക് മാത്രമേ ആ ഒരു ഓഫറുള്ളൂ കേട്ടോ. ഫുൾ എമൗണ്ട് നിങ്ങൾ എത്രയാണോ അടക്കുന്ന ആ മൊത്തം എമൗണ്ട് നിങ്ങൾക്കത് റീഫണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും ഇതാക്കിയിട്ടാണ് അവർ പറയുന്നത്. വണ്ടി അത്രയും ക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ഇയർ വാറണ്ടി ഉണ്ട്. എൻജിനും ഗിയർ ബോക്സും അതുപോലെ തന്നെ സസ്പെൻഷനും എല്ലാം പെടുന്ന ഒരു 1 ഇയർ വാറണ്ടി ഉള്ള വണ്ടിയാണ് ഈ സ്വിഫ്റ്റ് വരുന്നത്. നേരത്തെ ഞാൻ വിട്ടുപോയതാണ്, സോറി. 17 അല്ലേ പിള്ളേ. അതേപോലെ തന്നെ വാറണ്ടി ഈ വണ്ടിക്കുണ്ട്. വണ്ടി ഇൻറ്റീരിയറെല്ലാം കിട്ടില്ലാന്ന്, നല്ല നീറ്റുണ്ട്, മൊത്തത്തിൽ നീറ്റ്. ഞാൻ ഇപ്പം പറയുന്നുണ്ടല്ലോ, നീറ്റുണ്ട്. പിന്നെ 65,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ നമ്പറിൽ ഈ അടിയിലിപ്പോൾ ഓടിപ്പാഞ്ഞ് നടക്കുന്ന നമ്പറുണ്ട്, ആ നമ്പറിൽ ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ. അപ്പം പിന്നെ ഇനി പറയേണ്ടത് ഇതിൻ്റെ വിലയാണ്. ഇതിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6,65,000 വരുന്നത്. 65,000 കിലോമീറ്ററോടെ 2021 മോഡൽ വണ്ടി 6,65,000 രൂപയ്ക്കാണ് വണ്ടി കിട്ടുന്നത്. നിങ്ങളിപ്പോൾ നല്ല പ്രൊഫൈലിലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 50,000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാൻ പറ്റും. ഇനി വരുന്നത് നമുക്കൊരു ബ്ലൂ കളർ സ്വിഫ്റ്റ്. ഇനി വരുന്നത് നമുക്ക് 2023 മോഡൽ VXi ആണ് വരുന്നത്. പിന്നെ കിലോമീറ്റർ കുറച്ച് ഓടിയില്ലോ. കിലോമീറ്റർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി 24,000 കിലോമീറ്ററോട് VXi വണ്ടിയാണ്. നല്ല അടിപൊളി കളർ, നല്ല കിള്ളം വരെ കളറാണെന്നുള്ളത്. പിന്നെ ബോഡി ഞാൻ പറഞ്ഞല്ലോ, ബോഡി ക്വാളിറ്റിയുടെ ഞാൻ കാണിക്കുന്ന വണ്ടിയെല്ലാം നല്ല വണ്ടി മാത്രമേ കാണിക്കൂ. ലോക്കൽ അൽക്കുലത്തെ വണ്ടിയൊന്നും ഞാൻ കാണിക്കാൻ നിൽക്കില്ല, നല്ല വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ടയർ വളരെ കുറവാണ്. ടയർ എന്തായാലും നിങ്ങൾ മാറേണ്ടി വരും. അത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാലേ നടക്കൂ. പിന്നെ ബാക്ക് ടയർ എന്തായാലും മാറണം. പിന്നെ ബോഡി നല്ല ഷേപ്പ് ഉണ്ട്. പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല, റീപ്ലേസ് ഇല്ല, സിംഗിൾ ഓണറാണ് വണ്ടി. പിന്നെ റീപ്ലേസ് എന്തായാലും നമുക്ക് കണ്ടാൽ തിരിയപ്പോൾ റീപ്ലേസ് ഇല്ല ഈ വണ്ടിക്ക്. ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെല്ലാം വണ്ടി ഇവരെങ്ങനെയാകുമ്പോൾ ഇത്ര നല്ല ഇൻറ്റീരിയറിലെ വണ്ടി എടുക്കുന്നത്, വൃത്തിയാക്കുന്നതല്ല എന്തായാലും. ഇതിപ്പം നല്ല അടിപൊളി ടാൻ കളറിലൊരു സീറ്റ് ഉണ്ട്, നല്ല അടിപൊളി കോഫി ബ്രൗൺ എന്നാ കോഫി ടാൻ എന്തെങ്കിലും പറയാം. പിന്നെ ഇൻറ്റീരിയറും കുഴപ്പമില്ല, നല്ല ഇൻറ്റീരിയറാണ് ഉള്ളത്. പിന്നെ 1 ഇയർ വാറണ്ടിയും കാര്യമെല്ലാം ഉണ്ട്. പിന്നെ 3 സർവീസ് ഉണ്ട് ഫ്രീ. പിന്നെ നമ്മൾ പോപ്പുലറിൻ്റെ ട്രൂ വാല്യൂ പൊടിക്കൊണ്ടാകുന്നില്ലത് സാധനം നോക്കണ്ട. ഇപ്പം നമ്മൾ ബഡ്ജറ്റ് കുറഞ്ഞതെല്ലാം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓർക്ക് പറ്റിയ വണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓൾഡ് ഷേപ്പ് സ്വിഫ്റ്റ് ഉണ്ടാവും. ഇപ്പം നമുക്ക് ഇതിപ്പോൾ നല്ല റേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 4 ലക്ഷം റുപ്യ അല്ല ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് അപ്പുറം ഇനി വരുന്നത് ഓൾഡ് ഷേപ്പ് സ്വിഫ്റ്റാണ്. നല്ല വൈറ്റ് കളറിൽ നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള സാധനം. വെറുതെ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ. നല്ല VXi മോഡൽ വണ്ടിയാണ്. വണ്ടി വൈറ്റ് കളറാണ്. 2015 VXi ആണ്. ഇതിന് 4,65,000 രൂപയും ഈ വണ്ടിക്ക് 4,75,000 രൂപ, 10,000 രൂപയുടെ ഡിഫറൻസ്. രണ്ടും KL 14 കാസർഗോഡ് രജിസ്ട്രേഷനിലാണ് ഉള്ളത്. 4,65,000 രൂപ, 72,000 കിലോമീറ്റർ ഓടിയിന്. 2015 VXi ആണ്. അത്യാവശ്യം നല്ല പുതിയ 2 ടയറുണ്ട് ബാക്കിൽ. പിന്നെ അതുപോലെ തന്നെ റീപ്ലേസ് ഒന്നും 4 ടയറും പുതിയതാണ്. പിന്നെ റീപ്ലേസ് ഒന്നും കാര്യങ്ങളൊന്നും കാണുന്നില്ല. സിംഗിൾ ഓണറാണ് വണ്ടി ഉള്ളത്. പിന്നെ ഡീബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് വണ്ടി, നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ റീപെയിൻ്റ് ഒന്നും കാണുന്നില്ല. ബമ്പറിൻ്റെ അടുത്തെല്ലാം ചെറിയ രീതിയിൽ റീപെയിൻറ്റ് കാണുന്നുണ്ട്. പിന്നെ നല്ല നീറ്റ് ഉപയോഗിച്ച വണ്ടിയാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം എന്തെല്ലാം സംഭവം എന്നില്ല നോക്കാം. ഉള്ളിൽ കയറി ഇൻറ്റീരിയർ നോക്കുന്നതെങ്കിൽ
റിവേഴ്സ് ക്യാമിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇതിൽ. റിവേഴ്സ് ക്യാം ഓൾഡ് സ്കൂളാണ്, ആടെ സൈഡിനില്ല, എന്നാലും നല്ലൊരു ഇത് തരുന്നുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ സെറ്റും കാര്യമെല്ലാം 22,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. 72,500 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VX ആണ് വണ്ടി ഉള്ളത്. റേറ്റ് വരുന്നത് 4,65,000 റുപ്യാണ് ഈ വണ്ടീൻ്റെ റേറ്റ് വരുന്നത്. നല്ല രസമുണ്ട്, നല്ല രസമുള്ള ഇൻറ്റീരിയർ, നല്ല നീറ്റും ഉണ്ട്. ഉള്ളിൽ ഞാൻ നേരത്തെ പറയുന്നുണ്ടല്ലോ, നല്ല നീറ്റുണ്ട്. ഇനി അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇനി അടുത്ത സ്വിഫ്റ്റാണ് ഇരട്ടക്കുട്ടികളുടെ രണ്ടാമത്തെ സ്വിഫ്റ്റ്. നല്ല ക്രോം ഫിനിഷിലുള്ള ഗ്രില്ലെല്ലാം കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. 4,72,000 റുപ്യാണ് വണ്ടിക്ക് പറയുന്നത്. VX തന്നെ 32,000 സംതിങ് കിലോമീറ്റർ ഓടിയുള്ളൂ. കിലോമീറ്റർ നോക്കട്ടെ, 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സോറി, 32 അല്ല, 50,000 കിലോമീറ്റർ. നല്ല നീറ്റുണ്ട്. ടയറിൻ്റെ ഭാഗം നോക്കുന്നുണ്ടെങ്കിൽ ഒരു 60% ടയറുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ഒരു ടയർ എന്തായാലും മാറേണ്ടി വരും. പിന്നെ ബാക്കിൽ നമുക്ക് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, സ്പോയിലറെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റുണ്ട് വണ്ടി. 2015 വണ്ടിയാണ്, 10 വർഷം ആവാനായി. എന്നാലും നല്ല നീറ്റുണ്ട്. KAL 14 ഉള്ളത്. ചെറിയ രീതിയിൽ റീപ്ലേസ് ഒന്നും കാണുന്നില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. 52,000 കിലോമീറ്റർ ഓടി സ്വിഫ്റ്റ്. ഓക്കെ, എന്നാൽ പിന്നെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് നോക്കാം. ഇൻറ്റീരിയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്കാണുള്ളത്. നമ്മളെ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. നല്ല അടുത്ത കാലത്തൊന്നും മാറ്റേണ്ട വരാത്തൊരു സീറ്റ് കവറാണ്. പിന്നെ നോർമൽ സിസ്റ്റമാണുള്ളത്. എന്തുകൊണ്ടും നമുക്ക് വർത്ത് ഫോർ മണി എന്ന് തന്നെ. ഇത്രയാണ് സ്വിഫ്റ്റിൻ്റെ കഥ. ഇത്ര വരെയാണ് പോരിശകൾ. പിന്നില്ല വാഗനേഴ്സാണ്. വാഗനേഴ്സിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകായിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്വിഫ്റ്റ് നല്ല ക്വാളിറ്റിയിലെ സ്വിഫ്റ്റ് ഇല്ലോണ്ട് പോകുന്ന വഴിക്ക് കണ്ടുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. പിന്നെ വാഗനറും നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നില്ല, തടി തീരെ ഗുണമില്ല, പനിക്കുന്നുണ്ട്. വാഗനറിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഫുള്ള് ഡീറ്റെയിൽസ് എന്തായാലും നല്ല ലോ അതന്നെ ആൾട്ടോൻ്റെയും വാഗനറിൻ്റെ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. സ്വിഫ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ വേണം. സപ്പോർട്ട് കുറവുണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. എന്നെപ്പോലത്തെ ഇങ്ങനത്തെ ഒരു ചാനലിന് ഏകദേശം 1000 വ്യൂസ് വെച്ചിട്ട് എങ്ങനെയും സബ്സ്ക്രൈബേഴ്സും വന്നു. പിന്നെ അതുപോലെ തന്നെ വീഡിയോയും കാണുന്നുണ്ട്. വ്യൂവേഴ്സ് ഇപ്പം 1K അടുപ്പിച്ചിട്ട് തന്നെ വ്യൂസും കിട്ടുന്നുണ്ട്. അത് നിങ്ങളൊറ്റ കഴിവാണ്. നിങ്ങൾ എന്നെ സഹിക്കുന്നതിൻ്റെ ഇതാണ്. പിന്നെ നിങ്ങൾ എന്നെ ഈ കാണുന്നതുകൊണ്ടാണ് ഇപ്പോൾ പോപ്പുലർ തന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചത്. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെന്ന് വലിയൊരു അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പിൽ എന്തായാലും വരാനുണ്ട്. നമ്മളെ ചാനലിലൂടെ വരുന്നുണ്ട് ഇൻഷാല്ലാ. അതിലേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളാണ് വേണ്ടത്. അപ്പം പുതിയ വീഡിയോയിലേക്ക് കാണിക്കും വരെ സലം വണക്കം. ബൈ.